അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇന്നലെ നമ്മളെ അൽ മുർഷിദിന്റെ ക്ലാസ്സുകളിലാണ് ഇത്രയും പാർട്ടിസിപ്പേഷൻ മുമ്പ് ഉണ്ടായത്. അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഇന്നലെ ഇത്രയും കുട്ടികൾ ഉണ്ടായപ്പം അൽഹംദുലില്ലാഹ് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. സന്തോഷം മീൻസ് നമ്മള് പറയുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിലും കേൾക്കാൻ ആളുകൾ ഉണ്ടാവുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് എനിക്ക് ടീച്ചർ അയച്ചു തന്നു. വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ആഗ്രഹിച്ചു എന്താ പറയാ, വീണ്ടും ക്ലാസ് എടുക്കുക. കാരണം അത്ര നല്ലതായിട്ട് കേൾക്കുകയും അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന കുട്ടികളുടെ നിലയിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ടീച്ചറുടെ ഒരു ടെൻഷനാണ് ഇപ്പൊ ആലോചിക്കുന്നത്. നമ്മളും കോഴ്സസ് ഒക്കെ നടത്താറുള്ളതാണ്. അപ്പോ ഒരു ഫാക്കൽറ്റി കിട്ടാതാവുക ആണെങ്കിൽ എന്തുമാത്രം പ്രയാസമാണ് അതൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഒരു ടെൻഷൻ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ റെഡി ആയത്. ആക്ച്വലി ഞാൻ റെഡി അല്ല. പിന്നെ എന്റെ കുറച്ച് പഴയ നോട്ട്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് സെറ്റ് ആക്കിയതാണ്. കുറഞ്ഞ സമയം കൊണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ ദുആ ചെയ്യും, നമുക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. നമ്മുടെ സാറ് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ഹയറാവാൻ വേണ്ടി ദുആ ചെയ്യാം ഇൻഷാല്ലാ. ഇന്ന് ഇപ്പം സത്യത്തില് നമുക്കിന്ന് ക്ലാസ് അവധിയാണ് കേട്ടോ. നമ്മൾ ഇന്നൊരു ടൂർ പോവാണ്. ടൂർ പോവാന്ന് പറഞ്ഞാല് നമ്മൾ മൊത്തത്തിൽ കേരളം മുഴുവൻ ഒന്ന് കണ്ടിട്ട് വരാൻ പോവാണ്. അപ്പോ കേരളത്തിലെ 14 ജില്ലകളിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. കുറെ സ്ഥലങ്ങളൊക്കെ ഞാൻ പറയുണ്ടാവും. അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യുക, ഇതിനടുത്താണ് ഞാനുള്ളത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് PSCയുടെ ആവശ്യമായിട്ടൊക്കെ പല ജില്ലകളിലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യാം, ഇവിടെ വീടൊക്കെ കാണാം, വേണമെങ്കിൽ രണ്ട് ദിവസം അവിടെ നിൽക്കാം. അപ്പൊ അങ്ങനെ എല്ലാരും ഒന്ന് കമന്റ് സെക്ഷനിൽ, ഇന്നിപ്പം MCQ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ഓപ്ഷൻ A, B എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതിന് പകരം ഒരു നിങ്ങളുടെ നാടിന്റെ, നിങ്ങളുടെ ജില്ലയുടെ ഒക്കെ ഒരു ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബേസിക് കേരള ഈ ഒരു ഏരിയ ആണ്. പക്ഷെ ഇതിൽ ഇന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ ഇല്ല. ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് കേരള, റിവേഴ്സ് ആൻഡ് ബാക്ക്വാട്ടേഴ്സ്, ബേസിക് നോളജ് ഓൺ വേരിയസ് കൺസർവേഷൻ പ്രൊജക്ട്സ്, വൈൽഡ് ലൈഫ് ആൻഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, നോളജ് ഓൺ ഫിഷറീസ്, സ്പോർട്സ്, ടൂറിസം. ഈ ഒരു ഏരിയ. അതിൽ സ്പോർട്സ് വരുന്നില്ല. മീൻസ് അത് നമുക്ക് ഒരു കറണ്ട് അഫയേഴ്സിലൊക്കെ നോക്കിയാൽ മതിയോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ കേരളമാണ്. ആരും ഞാൻ കേരളത്തിലുള്ളതാണ് എന്ന് പറയണ്ട, കാരണം നമ്മളെല്ലാരും കേരളത്തിലുള്ളതാണ്. ഇനി ഓരോ ജില്ലകൾ പറയുമ്പോൾ നിങ്ങൾ ഹായ് പറഞ്ഞാൽ മതി, ജില്ലകളിലുള്ളവർ കേട്ടോ. ഓക്കെ, അപ്പോ കേരളമാണ്. കേരള ഫോം ചെയ്തത് 1956 നവംബർ 1-നാണ്. ആ ഒരു ദിവസത്തെ നമ്മൾ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഏത് പേരിലാണ്? ഔട്ട് ഓഫ് കേരള. ഓക്കെ, ഒരു പ്രത്യേക അഭിവാദ്യങ്ങൾ. ഓക്കെ, കേരള പിറവി എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, കേരളത്തിന്റെ ക്യാപിറ്റല് തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ ബൗണ്ടറീസ്, വെസ്റ്റില് അറേബ്യൻ സീ ഉണ്ട്, നോർത്ത് ഈസ്റ്റിൽ കർണാടകയും സൗത്ത് ഈസ്റ്റില് തമിഴ്നാടാണ്. ഓക്കെ, കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് കേരള കണിക്കൊന്നയാണ്. കണിക്കൊന്ന ഗോൾഡൻ ഷവർ ട്രീ എന്ന് പറയും. ഇന്ത്യൻ ലബർണം, ഗോൾഡൻ ഷവർ ട്രീ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട, ചിലപ്പം ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നെങ്കിലോ. ഒഫീഷ്യൽ ട്രീ കോക്കനട്ട് ട്രീ ആണ്. ഒഫീഷ്യൽ ബേർഡ് മലമുഴക്കി വേഴാമ്പൽ. അതിന്റെ ഒരു സയന്റിഫിക് നെയിം ആങ്കോവി ഹോൺബിൽ എന്നാണ്. ഒഫീഷ്യൽ ആനിമൽ എലിഫന്റ് ആണ്. ഒഫീഷ്യൽ ഫിഷ് കരിമീനാണ്, ഗ്രീൻ ക്രോമേഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതല്ലാതെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒഫീഷ്യൽ ആയിട്ട് തന്നെ പറയുന്ന കുറച്ച് വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തവള, അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. ഏതാണ് ഒഫീഷ്യൽ ഫ്രോഗ്? ഇതിലറിയാം.
പന്നിമുക്ക എന്നാ പറയാ? ഓക്കെ, അതിന്റെ യഥാർത്ഥ പേര് മഹാബലി ഫ്രോഗ് എന്നാണ്. പർപ്പിൾ ഫ്രോഗ്, പിക് നോസ്ഡ് ഫ്രോഗ് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാദേശികമായിട്ടൊക്കെ ചില ആളുകളെ ഒഫീഷ്യലായിട്ട് ചില വസ്തുക്കളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഫൈൻ. മലപ്പുറം ജില്ലയാണ് ഹയസ്റ്റ് പോപ്പുലേറ്റഡ്. ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞത് വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. അതെ. ഇപ്പൊ കേരളത്തിൽ 27 റവന്യൂ ഡിവിഷൻസ് ഉണ്ട്. റവന്യൂ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ജില്ലകളാക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയാണ്. എല്ലാ ഡിവിഷനും അതിനു വേണ്ടിയാണ്. 78 താലൂക്കുകൾ, 1670 വില്ലേജുകൾ. ഇതിന്റെയൊക്കെ നമ്പർ മാറിയിട്ടുണ്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ നോക്കിയിട്ടുള്ളത്. കുറച്ച് പഴയതാണ് ഇത്. ഞാൻ ഒന്ന് വെരിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ദേശീയ പാനീയം ഇളനീർ. ദേശീയ പാനീയം അല്ല, സ്റ്റേറ്റ് ഡ്രിങ്ക് അല്ലേ? ഓക്കെ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് 152, ഗ്രാമപഞ്ചായത്ത് 941. നമ്പർ ഓഫ് മുനിസിപ്പാലിറ്റീസ് കേരള 87 ആണ്. നമ്പർ ഓഫ് കോർപ്പറേഷൻ 6. നമ്പർ ഓഫ് കണ്ടോൺമെന്റ് 1. കണ്ടോൺമെന്റ് എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേകമായ ഒരു ഏരിയ ആണ്. മിലിറ്ററി മായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ പ്രത്യേകമായ ഒരു ഭരണ വ്യവസ്ഥിതിയാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ഇസ് ഓൺലി ടൗൺഷിപ്പ് ഇൻ കേരള. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഞ്ചായത്ത്, വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ ആണ്. അത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. 140 നിയോജക മണ്ഡലങ്ങൾ, അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസീസ്, 20 ലോക്സഭാ മണ്ഡലങ്ങൾ, 9 രാജ്യസഭാ സീറ്റാണുള്ളത്. there are mainly 9 passes. 9 ചുരങ്ങളാണുള്ളത്. 9 ചുരങ്ങളാണ് ഉള്ളത്. അത് പ്രധാനമായിട്ട് ഒരു 5 ചുരങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാസ് ഉണ്ട്. എന്താണ്? പാലക്കാട് കോയമ്പത്തൂർ കണക്ട് ചെയ്യുന്ന പാസിന്റെ പേര് പാലക്കാട് പാസ്. പിന്നെ താമരശ്ശേരി ചുരം, അതിനെ കുറിച്ച് നമ്മൾ പറയും. താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാ? ഓക്കെ, താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ കമ്പം പാസ് ആണ്. കമ്പം പാസ് തൊടുപുഴയും കമ്പത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കമ്പം പാസ്. അത് ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ ബോഡി നായ്ക്കന്നൂർ പാസ്. ഏതാണ് ബോഡി നായ്ക്കന്നൂർ പാസ്? ഓക്കെ, അത് മധുരൈ ഇടുക്കി തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബോഡി നായ്ക്കന്നൂർ പാസ്. ഇടുക്കി. പിന്നുള്ളത് ആരമ്പാടി. ആയാലും കിട്ടുന്നുണ്ടോ? ആരമ്പാടി പാസ്, അരുവായ് മൊഴി എന്നൊക്കെ പറയും. അല്ല, മധുരൈ തേനി അല്ല. ഒരു ചെറിയ പാസ്സാണ്. പാസ്സൊന്നും പറയാനില്ല. അരുവായ് മൊഴി. ഓക്കെ, പേരമ്പാടി അല്ല കേട്ടോ, ആരമ്പാടി. അതെ, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കന്യാകുമാരി കണക്ട് ചെയ്യുന്നതാണ്. പേരമ്പാടി ഉണ്ട്. പേരമ്പാടി കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ. പേരമ്പാടി വേറെ. പേരമ്പാടി കണ്ണൂർ കൂർഗ് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ വയനാട് മൈസൂര് കണക്ട് ചെയ്യുന്ന പാസിന് പെരിയ എന്ന് പറയും. പെരിയ പാസ്. പിന്നെ ആര്യങ്കാവ് പാസ് ഉണ്ട്. ആര്യങ്കാവ് പാസ് കൊല്ലം
ജില്ലയിലെ പുനലൂർ, തമിഴ്നാട്ടിലെ ചെങ്കോട്ട തമ്മിൽ കൊല്ലം ചെങ്കോട്ട കണക്ട് ചെയ്യുന്നതാണ്. പിന്നുള്ള നാടുകാണി പാസ് മലപ്പുറത്തെ ഊട്ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാടുകാണി പാസ്. ഇതൊക്കെയാണ് പ്രധാന 9 പാസുകൾ. അതിൽ 5 പ്രധാനമായിട്ടുള്ളത്. Okay, there are a total of 44 rivers in Kerala. Among them, 3 rivers are flowing east and 41 rivers are flowing west. Sorry. Okay, fine. 3 നദികൾ കിഴക്കോട്ടേക്കും ബാക്കിയെല്ലാം പടിഞ്ഞാറേക്കുമാണ്. കബനി, ഭവാനി, പാമ്പാർ ഇത് 3 കിഴക്കോട്ട് ഒഴുകുന്നു. ഓക്കെ, 26 പർവ്വതങ്ങളാണ് ഉള്ളത്. വലിയ പർവ്വതങ്ങളൊന്നും അല്ല, എന്നാലും അഭിമാനിക്കാവുന്ന സാധനങ്ങൾ. ഓക്കെ, ഇനി നമ്മള് ജില്ലയിലേക്ക് കടക്കണം. തിരുവനന്തപുരം ജില്ലയിലുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ആരെങ്കിലും വീഡിയോ ഓൺ ആണെങ്കിൽ ഓഫ് ആക്കട്ടോ. വീഡിയോ വോയിസ് ഒക്കെ ഓഫ് ആക്കാം. തിരുവനന്തപുരം ജില്ലയിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത്. ആരും ഇല്ലേ തിരുവനന്തപുരത്ത് നിന്ന്? ഇപ്പോ സധൈര്യം ഒരാൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതിലിപ്പോ 500 പേരുണ്ട്. എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നാലോ? പാലക്കാടൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാവർക്കും അവസരമുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ നദികൾ എന്നുള്ളത് നെയ്യാറ്, കരമന, വാമനപുരം. നെയ്യാറ്, കരമന, വാമനപുരം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള, കേരള യൂണിവേഴ്സിറ്റി. ആദ്യം അതിന്റെ പേര് പറഞ്ഞത് നോൺ ആസ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, ഫൗണ്ടഡ് ഇൻ 1937 ആണ്. 1937 ഫൗണ്ട് ചെയ്തു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് 1951. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET എന്ന് പറയും, 1939 ആണ്. 1937, 1939 എഞ്ചിനീയറിംഗ് കോളേജ്, 1951 മെഡിക്കൽ കോളേജ്. ഇതൊക്കെ ഫസ്റ്റ് ആണ്, ഫസ്റ്റ് ഇൻ കേരള. ദി ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഇൻ കേരള ഇസ് വെള്ളനാട് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്താണ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് ഫയല് കാണാനില്ല എന്നെന്തേയില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയില്ല, കാരണം എല്ലാ ഫയലും കമ്പ്യൂട്ടറിലാണ്. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ കേരള, കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യകൂടം, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? അതെ, ആനമുടി ഇടുക്കി. ആനമുടി ഇടുക്കിയിലാണോ? ഓക്കെ, ഉള്ളി സഫാരി പാർക്ക് ഇൻ കേരള, കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി നെയ്യാർ ഡാം. ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ സിംഹമുള്ളൂ. അവിടെ നിന്നാണ് ബാക്കി എല്ലായിടത്തേക്കും സിംഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെയാണ് ഇന്ത്യയിൽ സിംഹമുള്ള ഒരേ ഒരു വനം? ഗീർ വനമല്ല, ഗിർ, ഗുജറാത്തിലെ ഗിർ വനങ്ങളാണ്. ഇത് സിംഹം അലറുന്നതിനാണ് ഗീർ എന്നുള്ള ഇത്. ഓക്കെ, ഇനി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. കൊല്ലൂർ, കൊല്ലൂർ ചട്ടമ്പി സ്വാമികളുടെ ജന്മപ്രദേശമാണ്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിന്റെ, വെങ്ങാനൂർ അയ്യങ്കാളിയുടെ, കായ്ക്കര കുമാരനാശൻ. അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഉള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. സത്യത്തില് തലസ്ഥാനം ഒരു തൃശ്ശൂർ, എറണാകുളം ഒക്കെ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതാകുമ്പോൾ കേരളത്തിലെ എല്ലാവർക്കും ആക്സസിബിൾ ആണല്ലോ. ഇപ്പൊ കാസർഗോഡ് ഉള്ളവരൊക്കെ തലസ്ഥാനത്ത് പോകണമെങ്കിൽ
ദൂരെ യാത്ര ചെയ്യണം. ഓക്കെ, ഇൻഷാല്ല നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രിയൊക്കെ ആവുകയാണെങ്കിൽ ഞങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് വിചാരിക്കും. ഇനി ആറ്റുകാൽ പൊങ്കാല ഈ അടുത്ത് നടന്നാണ്, കഴിഞ്ഞ ദിവസങ്ങളില്. ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലുണ്ട്. ലാർജസ്റ്റ് ആനുവൽ ഗാദറിംഗ് ഓഫ് വിമൻ. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്കട്ടെ, സ്ഥലം മാറ്റാൻ പറ്റുമോ തോന്നുന്നു. ഓക്കെ, അപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ള കേട്ടോ ആറ്റുകാൽ പൊങ്കാല. ലാർജസ്റ്റ് ആനുവൽ ഗാദറിംഗ് ഓഫ് വിമൻ ആണ്. അടുത്ത കൊല്ലം ജില്ലയിലുള്ളവരൊന്ന് കൈവക്കി. സ്വന്തം പേരൊന്നും ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട്. കൊല്ലം ജില്ലയെ കുറിച്ച് പല പേരുദോഷങ്ങളും സമൂഹത്തിൽ പ്രചരിക്കുന്നതായിട്ട്. ഞാൻ കൊല്ലത്താണ്, പക്ഷെ എന്റെ ജീവിതത്തിലെ നല്ല കാലങ്ങൾ മുഴുവനും മലബാറിലായിരുന്നു. ഓക്കെ, അപ്പോ കൊല്ലത്ത് പപ്പടത്തിന് വേണ്ടി അടികൂടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം മലപ്പുറത്ത് MDMA-ക്ക് വേണ്ടി അടികൂടി, അങ്ങനെ മലപ്പുറത്ത് ഒപ്പത്തിനൊപ്പം ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട റിവർ കല്ലട റിവറാണ്. കല്ലട. കൊല്ലത്തിന്റെ പഴയ പേര് ദേശിംഗനാട് എന്നാണ്. ദേശിംഗനാട്. കൊല്ലവർഷം എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? കൊല്ലവർഷം കൊല്ലത്തെ പഴയ ദേശിംഗനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലണ്ടർ ബേസ്ഡ് ആയിട്ടാണ് എപ്പോഴും കൊല്ലവർഷം ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ വേറെ നാട്ടുരാജ്യങ്ങളുണ്ട്. വേണാടൊക്കെ കൊല്ലത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഓക്കെ, തെന്മല ഇക്കോ ടൂറിസം പ്രോജക്ട്. The first of its kind in India is in Kollam district at Themmala, started in 1988. ആ കൊല്ലത്തിന്റെ പേരിനെ കുറിച്ച് എനിക്കറിയില്ല. കൊലകൾ കൂടുക എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം മാത്രമാണ്, അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, പോപ്പുലേഷൻ കൂടുന്നിടത്ത് സ്വാഭാവികമായിട്ടും അക്രമങ്ങളും കൂടുതലായിട്ട് തോന്നും. അത് പണ്ടൊരാള് മലപ്പുറം ജില്ലയുടെ മലപ്പുറം എഡിഷൻ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ക്രൈമിനെ വിലയിരുത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മലപ്പുറം എഡിഷനിൽ കൂടുതലും മുസ്ലിങ്ങളായിരിക്കും അതിന്റെ കഥാപാത്രങ്ങളായിട്ട് വരിക. അപ്പൊ അയാള് മലപ്പുറം എഡിഷനോ മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. വേറെ ഏതെങ്കിലും ജില്ലകളുടെ അടുത്ത് അത് പറയാന് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ ക്രൈം റേറ്റ് ജനസംഖ്യ കൂടുതലുള്ളിടത്ത് സ്വാഭാവികമായിട്ടും ക്രൈം കൂടും. ഇപ്പൊ ലക്ഷദ്വീപിലാണ് ഇട്ടില്ല, ക്രൈം കുറവാണ്. കാരണം എന്താ? അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇതൊരു പ്രശ്നമാണെങ്കിൽ അവരവിടെ തീർക്കും. ഓക്കെ, അപ്പൊ തെന്മല എക്കോ ടൂറിസം. എക്കോ ടൂറിസത്തിന്റെ പ്രത്യേകത, എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വന്നത് തെന്മലയാണ്. അതുപോലെ കല്ലട റിവറിന് കുറുകെയുള്ള ഡാമാണ് കല്ലട ഡാം. അത് തെന്മല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് അതുള്ളത്. ചെന്തുരുണി എന്ന് പറഞ്ഞാൽ ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു തരം മരത്തിന്റെ പേരാണ് ചെങ്കുറിഞ്ഞി. വളരെ റെയറാണ്, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മരമാണ്. അത് ഉണ്ട്, കുറച്ച് അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ചെങ്കുറിഞ്ഞിയിൽ നിന്നാണ് ചെന്തുരുണി എന്നുള്ള ഒരു പേര് വന്നതെന്നാണ് പറയുന്നത്. നീണ്ടകരം ഫിഷറീസ് പ്രോജക്ട് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ കൊല്ലം വിത്ത് ഹെൽപ്പ് ഓഫ് നോർവേ. നോർവേയുമായി സഹകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിഷറീസ് പ്രൊജക്ട് ആണ് 1953 നീണ്ടകര ഹാർബർ.
ദി ബിഗസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ടയ്ക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആരും ഇവിടെ കൈ ഉയർത്തിയിട്ടുണ്ട്. തടാകം കാണാൻ പോകുന്നവർ ആ ഒരു ടീച്ചറുടെ വീട് കൂടി സന്ദർശിക്കേണ്ടതാണ്. ഓക്കെ, കൊല്ലം ജില്ലയിലെ ഇനി പ്രത്യേകതയുള്ളതാണ് പുനലൂർ പേപ്പർ മിൽസ് ആണ്. ഫസ്റ്റ് ഓഫ് ഇസ് കൈൻഡ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് 1886. അതുപോലെ തന്നെ പുനലൂർ തൂക്കുപാലം, ഫസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമാണ് 1877. തൂക്കുപാലം എന്ന് പറഞ്ഞാല് 2 തൂണില് തൂക്കിയിട്ട അവസ്ഥയിലായിരിക്കും പാലം. എന്തിനാണ് അങ്ങനെ പാലം ഉണ്ടാക്കുക എന്ന് വെച്ചാല്, പ്രത്യേകിച്ച് മൃഗങ്ങളുടെ, ആനയൊക്കെ പാലത്തിന് ഒരു സൈഡിൽ ചവിട്ടുമ്പോ പാലം ഇളകും. അപ്പൊ എന്ത് ചെയ്യില്ല, ഇപ്പഴത്തേക്ക് കടന്നു വരില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി ജഡായു നേച്ചർ പാർക്ക് ചടയമംഗലാണ്. ഹോൾഡ്സ് ദി ഡിസ്ട്രിക്ഷൻ ഓഫ് ഹാവിംഗ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ബേർഡ് സ്കൾപ്ചർ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. ചടയമംഗലം ജഡായുമംഗലം എന്നാണ്. ജഡായു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ശ്രീലങ്ക ഇല്ലേ ഇന്നത്തെ, അതാണ് ലങ്ക. അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഉത്തരേന്ത്യയിലെ കാടുകളിൽ നിന്നും ചടയമംഗലക്കാരുണ്ടല്ലോ. ഞാൻ ചടയമംഗലത്തിന് വളരെ അടുത്ത സ്ഥലത്താണ്. പുനലൂർ ഞങ്ങളുടെ തൂക്കുപാലത്തിന്റെ പേപ്പർ മില്ലിന്റെ നാട്ടിലാണ്. അപ്പോ രാവണൻ എന്ത് ചെയ്യാണ്, സീതയെ തട്ടിക്കൊണ്ടുപോകും. പോകുന്ന വഴിയില് സീതയെ ദേവിയെ തടയാൻ വന്ന ആളാണ്, രാവണനെ തടയാൻ വന്ന ആളാണ് പിന്നെ ജഡായു. അങ്ങനെ ജഡായുന്റെ ചിറക് അരിഞ്ഞു വീഴ്ത്താണ്. അങ്ങനെ ഒരു ചിറക് പോയ ഒരു പക്ഷി കിടക്കുന്ന ഒരു ശില്പാണ് ഉള്ളത്. കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ തന്നെ കശുവണ്ടിയുടെ തലസ്ഥാനം കൊല്ലാണ്. മുമ്പ് ഒരുപാട് കശുവണ്ടി ഉൽപാദനം നടന്നിരുന്നു. ഇപ്പം ഇറക്കുമതി ചെയ്തിട്ട് അത് പിന്നെ പ്രോസസ് ചെയ്ത് വീണ്ടും കയറ്റുമതി ചെയ്യാണ്. വളരെ വില കുറഞ്ഞ രീതിയിൽ കശുവണ്ടികൾ കൊല്ലത്ത് കിട്ടും എന്ന് ആരും വിചാരിക്കണ്ട. നല്ല സാധനം കിട്ടണമെങ്കിൽ നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. ഇടയ്ക്ക് മാർക്കറ്റ് ഇടിഞ്ഞായിരുന്നു. 1200 രൂപ കിലോ വരുന്ന കശുവണ്ടിയൊക്കെ 800 രൂപയ്ക്ക് കിട്ടിയിരുന്നു. ആ സമയത്താണ് നമ്മളൊക്കെ 1 കിലോ അത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ച് തിന്നത്. നമ്മൾ അടുത്ത ജില്ലയിലേക്ക് വരികയാണ്, പത്തനംതിട്ട ജില്ല. പത്തനംതിട്ടക്കാരുണ്ടോ? കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. അത്ര നാള് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഹൈ ക്വാളിറ്റി സാധനം. അത് കഴിച്ചു കഴിഞ്ഞാല് കഴിച്ച പോലെ ഇരിക്കും. നല്ല സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാണ് ചെയ്യുക. നമുക്കിവിടെ കിട്ടുന്നത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. മാഷാഅല്ലാ. പത്തനംതിട്ടക്കാരില്ല അല്ലെ? കുഴപ്പമില്ല. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നദികൾ പമ്പ, അച്ചൻകോവിൽ, മണിമല. പത്തനംതിട്ടക്കാരുണ്ട്. പത്തനംതിട്ട ഇസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ടു ഷോ സീറോ പോപ്പുലേഷൻ ഗ്രോത്ത്. സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. എന്ന് വെച്ചാൽ കുട്ടികളാരും ജനിക്കുന്നില്ല എന്നല്ല, ഒരു കുട്ടി ജനിക്കുമ്പോ ഒരാൾ മരിച്ച് സഹായിക്കുന്നു. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് അല്ലെ? ശരി. അപ്പോ അങ്ങനെയാണ് സീറോ പോപ്പുലേഷൻ പോളിയോ ഫ്രീ ഡിസ്ട്രിക്ട് ഇനി ശബരിഗിരി, കക്കാട്, മണിയാർ ഇതൊക്കെ അവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആണ്. ശബരിഗിരി, കക്കാട്, മണിയാർ
ഇനി ലോർഡ് അയ്യപ്പ ടെമ്പിൾ ശബരിമല. ശബരിമല ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. റാന്നി ഇസ് ദി ബിഗസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ പത്തനംതിട്ടയിലെ റാന്നിയാണ്. റാന്നിക്കടുത്തുള്ള കോന്നിയാണ്. ആനക്കൊട്ടിൽ എലിഫന്റ് ഷെഡ് ആനക്കൊട്ടിൽ കോന്നിയിലാണ്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഉത്രട്ടാതി വള്ളംകളി, സ്നേക്ക് ബോട്ട് എന്ന് പറഞ്ഞാൽ ചുണ്ടൻവള്ളത്തിനാണ് പറയുന്നത്. ഉത്രട്ടാതി സ്നേക്ക് ബോട്ട് റേസ് ഹെൽഡ് ഇൻ ആറന്മുള ഇൻ പമ്പ റിവർ. ഉത്രട്ടാതി എന്ന് പറഞ്ഞാല് ഒരു ദിവസത്തെയാണ് പറയുന്നത്. വലിയ ആറന്മുള ക്ഷേത്രത്തില് വലിയ ചടങ്ങുകളും വള്ളസദ്യയൊക്കെ ഉണ്ടാവും. വള്ളസദ്യ എന്ന് പറഞ്ഞാല് വള്ളത്തിലിരുന്ന് കഴിക്കുക എന്നല്ല, പണ്ടെല്ലാരും വള്ളത്തിൽ വന്നിട്ട് കഴിക്കുകയായിരുന്നു. അതുതന്നെ വള്ളസദ്യ എന്ന്. ദി ലാർജസ്റ്റ് റിലീജിയസ് കൺവെൻഷൻ ഓഫ് ഏഷ്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മതപരമായ കൺവെൻഷൻ അത് മരാമൺ കൺവെൻഷൻ ആണ്. അത് പമ്പ നദിയുടെ തീരത്തെ മരാമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. ആറന്മുള കണ്ണാടി. ഓക്കെ, അടുത്ത ആലപ്പുഴ ജില്ലയാണ്. വളരെയധികം നീളമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഓക്കെ, ആലപ്പുഴ ഇസ് സ്മാളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഏരിയ. സ്ഥലം കൊണ്ട് ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. പക്ഷെ വെള്ളമുണ്ട്, ഒരുപാട് വെള്ളം. മൊത്തത്തിൽ എടുക്കുമ്പോൾ കുറവല്ല, എന്നാലും അവിടെ റെയിൽപാത ഇല്ലാത്ത എവിടെയാണ്? ആലപ്പുഴ റെയിൽപാതയുണ്ട്. റെയിൽപാത ഇല്ലാത്തത് 2 ജില്ലകളാണ്, ഇടുക്കി, വയനാട്. പത്തനംതിട്ടയിലെ റെയിൽപാത ഉണ്ട് കേട്ടോ. തിരുവല്ല പത്തനംതിട്ട ജില്ലയിലാണ്. അത് റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലമാണ് തിരുവല്ല. ഓക്കെ, ദി ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് അഞ്ചൽ ഓഫീസ് ഇൻ ട്രാവൻകൂർ എസ്റ്റാബ്ലിഷ്ഡ് ആലപ്പുഴ ഇൻ 1857. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 അവിടെ ആണ് സ്ഥാപിച്ചത്. ആലപ്പുഴ വെനീസ് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ പഴയ ഒരു മേജർ ട്രേഡിംഗ് സെന്റർ ആയിരുന്നു. ഫസ്റ്റ് തെർമൽ പവർ പ്രൊജക്ട് ഇൻ കേരള. താപനിലയം എന്ന് പറയും. താപ വൈദ്യുത നിലയം കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാടി ഇൻ കേരള ഇസ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന 2ാം സ്ഥാനത്ത് ആലപ്പുഴയാണ്. 1ാം സ്ഥാനം എവിടെയാണ്? പാലക്കാട്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട് ലേക്ക്. അത് BA MA BEd ഒക്കെ കായംകുളത്താണ് പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പോ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. അതും ആലപ്പുഴയാണ്. പക്ഷിഗ്രാമം നൂറനാട്. സംഭവം ഞാൻ കല്യാണം കഴിച്ചത് നൂറനാട് എന്നാണ്. പക്ഷെ ഇതേവരെ വേണ്ട രീതിയിൽ പക്ഷികളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. പക്ഷിയെ നോക്കാരെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാനും പറ്റില്ല, അടിയിട്ട്. അപ്പൊ കുട്ടനാട് ഇൻ ആലപ്പുഴ ഇസ് കോൾഡ് ദി ഗിഫ്റ്റ് ഓഫ് പമ്പ. പമ്പയുടെ വരദാനം, സമ്മാനം എന്നൊക്കെയാണ് കുട്ടനാടിനെ പറയാറ്. ഇറ്റ്സ് കോൾഡ് ദി ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡ്സ് ഓഫ് കേരള. കേരളത്തിന്റെ ഹോളണ്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ നെതർലൻഡ്സ് എന്നൊക്കെ പറയാം. കുട്ടനാട് ഒരു അത്ഭുതമാണ്, നിങ്ങൾ പോയി കാണേണ്ട സ്ഥലമാണ് എല്ലാവരും നിർബന്ധമായിട്ടും. പിന്നെ ഒരു ബിലോ സീ ലെവലില് കൃഷി നടത്തുക, ചുറ്റും വെള്ളം, എന്നിട്ട് കുറെ താഴ്ചയിൽ എന്ത് ചെയ്യുക, കൃഷി നടത്തുക. ഓക്കെ, PDF ഗ്രൂപ്പിൽ വരും കേട്ടോ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചെറിയ അണ പൊട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ വീണ്ടും വെള്ളം കയറിയിട്ട് കടലായി മാറും. റിസ്ക് ആണ്. അടുത്ത കോട്ടയം. കോട്ടയം ജില്ലക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തെക്കന്മാർ കുറവാന്ന് തോന്നുന്നു.
നല്ലതാ. മെയിൻ റിവേഴ്സ് കോട്ടയത്താടുണ്ട്, കോട്ടയത്താടുണ്ട്. മീനച്ചിൽ, മണിമല, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ. കോട്ടയത്തെ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ് എന്നാണ് പറയാം. ലെറ്റേഴ്സ് അക്ഷരങ്ങൾ, ലാറ്റക്സ് റബ്ബർ. ഫസ്റ്റ് ചുമർ ചിത്രം നഗരം ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ മ്യൂറൽ സിറ്റി, ചുമർ ചിത്രം. ഫസ്റ്റ് റബ്ബറൈസ്ഡ് റോഡ് ഇൻ കേരള, കോട്ടയം കുമളി. അവിടെ ഇഷ്ടംപോലെ റബ്ബർ ഉള്ളത് കൊണ്ട് റബ്ബറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്ത് റോഡ് ഉണ്ടാക്കി. കോട്ടയം കുമളി റോഡാണ് ആദ്യത്തെ റബ്ബറൈസ്ഡ്. CMS പ്രസ്, ഫസ്റ്റ് പ്രസ് ഇൻ കേരള. കുമരകം ഇൻ കോട്ടയം ഈസ് എ മേജർ ടൂറിസ്റ്റ് സെന്റർ ആൻഡ് എ ബേർഡ് സാങ്ച്വറി. കുമരകം പക്ഷി. The oldest newspaper in Kerala still continues publishing is Deepika, started in 1887 from Mannanam in Kottayam district. മന്നാനത്ത് തുടങ്ങിയ ദീപിക പത്രം, അത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള. ഓക്കെ, കോട്ടയം നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് പോകാൻ കഴിയും. ഇടുക്കി, നമ്മൾ ഇടുക്കിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ നല്ലൊരു ജില്ലയാണ് ഇടുക്കി. പ്രധാനപ്പെട്ട നദി പെരിയാറും അതിന്റെ കൈവഴികളാണ്. ഓക്കെ, ഡിസ്ട്രിക്ട് വിത്തൗട്ട് റെയിൽവേ ലൈൻ ഇല്ല. മുല്ലപ്പെരിയാർ ഡാം, എ ബോൺ ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ പര്യായമായ മുല്ലപ്പെരിയാർ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ലാർജസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ്, ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത് ഇടുക്കി മുഴുവൻ കാടാണ്. ട്രഷർ ഹൗസ് ഓഫ് സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു ഇതാണ്, ട്രഷറാണ്. സ്പൈസ് പാർക്ക് ഇൻ കേരള, കുറ്റാടി എന്ന് പറയുന്ന സ്ഥലത്ത്. പുട്ടടി എന്നതിനെ വായിക്കരുത്, മുമ്പായിട്ട് ചിലപ്പോ അങ്ങനെ വായിക്കാൻ തോന്നും. കേരളത്തിലെ ഫസ്റ്റ് സ്പൈസ് പാർക്ക് ആണ് കേട്ടോ, സ്പൈസ് പാർക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾ പാർക്ക്. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം, അത് ഇടുക്കിയിലാണ്. രണ്ട് മലകൾക്കിടയിലാണ്. എന്താണ് ആ രണ്ട് മലകളുടെ പേര്? ഒരു മലയുടെ പേര് കുറവനും കുറത്തിയും. രണ്ട് മലകൾക്കിടയിലാണ് ആർച്ച് ഡാം ഉള്ളത്. ചെറുതോണി, കുളമാവ് ഡാമൊക്കെ ഇടുക്കി ജില്ലയിലാണ്. ഒളി സാൻഡൽവുഡ് ഫോറസ്റ്റ് ഇൻ കേരള ഇസ് അറ്റ് മറയൂർ ഇൻ ഇടുക്കി. ഒരേ ഒരു ചന്ദന മരങ്ങളുടെ വനം ഇടുക്കിയിലെ മറയൂരാണുള്ളത്. പണ്ട് സ്ഥിരം മറയൂര് പത്രത്തിൽ വരുമായിരുന്നു, ചന്ദനം കടത്തി 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 എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ ഒഫീഷ്യലി ആയിരുന്നു കടത്തുന്നത് കൊണ്ട് വാർത്തയാവാറില്ല. ദി ഹയസ്റ്റ് പീക്ക് ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതാണ് ആനമുടി, ഇടുക്കി ജില്ലയിലാണ്. കാശ്മീർ ഓഫ് ദി സൗത്ത്, തെക്കിന്റെ കാശ്മീർ എന്നാണ് മൂന്നാറിനെ അറിയപ്പെടുന്നത്. കാശ്മീർ ഓഫ് ദി സൗത്ത്. ഇരവികുളം നാഷണൽ പാർക്ക്, എസ്റ്റാബ്ലിഷ് ഇൻ 1978 ടു പ്രൊട്ടക്ട് ദി നീലഗിരി താർ. നീലഗിരി താർ എന്ന് പറഞ്ഞാല് വരയാടുകളാണ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ്, അല്ലെങ്കിൽ 1978 ഇരവികുളം നാഷണൽ പാർക്ക് ഉണ്ട്. ചിന്നാറ് പെരിയാറ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, മൂലമറ്റം പവർ ഹൗസ്, ഇൻഡോ സ്വിസ് പ്രൊജക്ട് ആണ് ഫോർ ബ്രീഡിംഗ് ഹൈ ഈൽഡ് കാറ്റിൽ അറ്റ് മാട്ടുപ്പെട്ടി. വിൻഡ് എനർജി പ്രൊഡക്ഷൻ സെന്റർ രാമക്കൽ മേടുന്നുണ്ട്. കാറ്റാടി മരങ്ങളുണ്ട്, വയൽ നമുക്ക് കാണാൻ കഴിയും, വലിയ കാറ്റാടി മരം. അവിടെ കാറ്റിൽ നിന്നും
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതൊക്കെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ആണ്. ഇടുക്കി ഡിസ്ട്രിക്ട് ലാർജസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക്. 4 നാഷണൽ പാർക്ക് ഉണ്ട്, 4 വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ദേശീയോദ്യാനവും വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി സങ്കേതം. ദി ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളമാണ്. ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. ഇത് രണ്ടും ഇടുക്കി ജില്ലയിലാണ്. ബിഗസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി പെരിയാറാണ്. അതും ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, നമ്മൾ ഇടുക്കിയിൽ നിന്ന് നേരെ താഴേക്ക് വന്നു, എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ഉള്ളവരൊക്കെ ഒന്ന് പറയും, ഹൈ പറയും. നമ്മുടെ ക്ലാസ് നടക്കുന്ന കാമയുടെ ആസ്ഥാനാണ്, നമ്മുടെ റസ്ല ടീച്ചറുടെ ഒക്കെ ആസ്ഥാനാണ് എറണാകുളം. അവിടെ നിന്നാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആണ് ഓൾ കേരള ഓപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് എറണാകുളം. ഓക്കെ, പ്രധാനപ്പെട്ട 2 നദികൾ പെരിയാറും മൂവാറ്റുപുഴയാറും. പോർട്ട് ഓഫ് കൊച്ചി നോൺ ആസ് ക്വീൻ ഓഫ് അറേബ്യൻ സീ. അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചിയെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൊച്ചി എത്തുമ്പോൾ ചാടി എണീറ്റ് ഓ കൊച്ചി എത്തി, കൊച്ചി എത്തി എന്ന് പറയാറുണ്ട്. ഹൈക്കോടതി എറണാകുളത്താണ്. ഹൈക്കോർട്ട് എറണാകുളം. അതെ, കൊച്ചി കണ്ടവന് അച്ചു വേണ്ട, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. അതാണ് ഞാൻ ഇങ്ങ് പോവാത്തത്. കൊച്ചിൻ പോർട്ട് ഈസ് ഓൺലി മേജർ പോർട്ട് ഇൻ കേരള. കേരളത്തിലെ ഒരേ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് കൊച്ചി. ഇൻഷാല്ലാ നമ്മളെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം പോർട്ട് റെഡിയായി വരുന്നുണ്ട്. തെക്കൻ കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം. ഇൻഷാല്ലാ. പള്ളിപ്പുറം ഫോർട്ട് ബിൽഡ് ബൈ പോർച്ചുഗീസ് ഇൻ 1503 is ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യന്മാരെ നിർമ്മിച്ച കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. ഓക്കെ, 1503 ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കോട്ട. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അദാനി പോർട്ട് വഴിയാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, മംഗളവനം. ദി ഫേമസ് ബേർഡ് സാങ്ച്വറി സിറ്റുവേറ്റഡ് ഇൻ ദി ഹാർട്ട് ഓഫ് കൊച്ചി സിറ്റി. കൊച്ചി നഗരത്തിന്റെ ഒരു നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. കുമ്പളങ്ങ ഈസ് ഫസ്റ്റ് ടൂറിസം വില്ലേജ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങയാണ്. വല്ലാർപാടം ടെർമിനൽ ഈസ് ഫസ്റ്റ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആണ് വല്ലാർപാടം ടെർമിനൽ. അത് എറണാകുളം ജില്ലയിലാണ്. ഇനി ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM എസ്റ്റാബ്ലിഷ് ഇൻ കൊച്ചി ബൈ SBI. SBI സ്ഥാപിച്ചു കൊച്ചിയിലാണ് ഫ്ലോട്ടിംഗ് ATM. നിങ്ങള് അഥവാ പുഴയിൽ വീണ് മരിക്കാൻ പോവാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം, അവരോട് വരും. അതെ അതെ അതെ, വെള്ളത്തിൽ കാശ്. ഫസ്റ്റ് ടൂറിസം പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആണ് മട്ടാഞ്ചേരി, എറണാകുളം. ബ്രഹ്മപുരം ഡീസൽ പവർ സ്റ്റേഷൻ എറണാകുളം ജില്ലയിലാണ്. ദി ഓൺലി മാൻമെയ്ഡ് ഐലൻഡ് ഇൻ കേരള. കേരളത്തിലെ മാൻമെയ്ഡ് ഐലൻഡ് ഏതാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ്. എങ്ങനെയാണ് ഈ ഇത് ഒരു ഐലൻഡായി മാറിയത്? ഒക്കെ അറിയാം. ഒരു പോർട്ടിന് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? മണ്ണ് എടുത്തൽ, ഡ്രഡ്ജിങ് നടത്തിയപ്പോ ആ മണ്ണൊക്കെ കൊണ്ട് ഇട്ടിട്ട് അവിടെ അവസാനം ഒരു ഐലൻഡായി മാറി. അടിപൊളിയാണ്. ദി മേജർ അട്രാക്ഷൻസ് ഓഫ് ദി ഡിസ്ട്രിക്ട് കാലടി, ദി ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യ, കേരള ഹിസ്റ്റോറിക്കൽ മ്യൂസിയം അറ്റ് എടപ്പള്ളി,
HMT at Kalamassery, Oil Refinery at Ambala Bengal, Shipbuilding Unit at Kochi, the Bank of Periyar at Aluva, where the Shivaratri festival is conducted, Elephant Training Center at Kodanad, the famous Christian Pilgrim Center Malayatur, and Jewish Synagogue at Mattanjeri. ഇതൊക്കെ കൊച്ചിയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ആണ്. ഇനി നമ്മള് തൃശ്ശൂർ, പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ. തൃശ്ശൂരുകാരുണ്ടോ? ഉണ്ടുണ്ട്, തൃശ്ശൂരുകാരുണ്ട്. തൃശ്ശൂരുകാർ എല്ലാവരും പേരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ശരി. ശക്തൻ തമ്പുരാൻ ഇസ് ഫൗണ്ടർ ഓഫ് തൃശ്ശൂർ സിറ്റി. തൃശ്ശൂർ നഗരം. അവിടെ പ്രധാനപ്പെട്ട നദികൾ പെരിയാറ്, ചാലക്കുടി, മണലി. മണാലി അല്ല, വേണമെങ്കിൽ ഇങ്ങനെ വായിക്കാം, എന്നിട്ട് അവിടെ പോവാം, ഒരു സമാധാനം കിട്ടും. ആക്ച്വലി മണാലി ഇംഗ്ലീഷിൽ ഇട്ടാ മതി, അപ്പൊ ആളുകൾ വിചാരിക്കും മണാലിയാണ്. ഓക്കെ, ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ സിറ്റിയുടെ ഫൗണ്ടർ. പഴയ പേര് തൃശവ പേരൂർ, ഋഷഭാദിപുരം, ഋഷഭാദ്രിപുരം, ഇതൊക്കെ തൃശ്ശൂരിന്റെ പേരാണ്. വില്ലാർവട്ടം ഇസ് ഓൺലി ക്രിസ്ത്യൻ ഡൈനാസ്റ്റി. കേരളത്തിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജവംശം അതുണ്ടായിരുന്നത് തൃശ്ശൂരായിരുന്നു, വില്ലാർവട്ടം. സ്മാളസ്റ്റ് കോർപ്പറേഷൻ ആണ് തൃശ്ശൂര്. കോർപ്പറേഷൻ വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ. അതെ അതെ, ആതിരപ്പള്ളിയൊക്കെ അവിടെയാണ്. തൃശ്ശൂർ ഈസ് ദി ഓൺലി വൺ കോർപ്പറേഷൻ കേരള വിച്ച് ഹാസ് നോ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയ ഇല്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. ഫസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ കേരള എസ്റ്റാബ്ലിഷ് ഇൻ തൃശ്ശൂർ. തൃശ്ശൂർ ഇസ് കോൾഡ് ദി കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് തൃശ്ശൂരിനെ വിളിക്കുന്നത്. തൃശ്ശൂർ ഇസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കില, കേരള സാഹിത്യ അക്കാദമി, കേരള ലളിത അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിബറൽ ആർട്സ് ആണ് കില എന്ന് തോന്നുന്നു. കേരള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇതൊക്കെ എവിടെയാണ്? പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെ പൂരംസ് ഓഫ് ഓൾഡ് പൂരം, ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, ഇല്ല, പൂരങ്ങളുടെ പൂരം. സെന്റ് തോമസ് ചർച്ച് കൊടുങ്ങല്ലൂർ, ദി ഫസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച് അവിടെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് മുസ്ലിം മീൻസ് മസ്ജിദ്, അത് അവിടെയാണ്, കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദ്. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം അവിടെയാണ്. ഏൻഷ്യൻ പോർട്ട് മുസിരിസ് അവിടെയാണ്. Our Lady of Dolors Basilica or Puttanpalli is a minor basilica of the Zero Malabar Catholic Church in Thrissur city in Kerala, India. The tallest church in India and the third tallest in Asia. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ചും ഏഷ്യയിലെ മൂന്നാമത്തെ ഉയരം കൂടിയ ചർച്ചും അതാണ്. ഷിറ്റ്. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് ഇൻ പീച്ചി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെയാണ്? പീച്ചിയിലാണ്. പ്രധാനപ്പെട്ട ടെമ്പിൾസ് ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, അതിന്റെ പ്രധാനപ്പെട്ട കരകൾ വടക്കുംനാഥൻ, പാറമേക്കാവ്, പിന്നെ കൂടൽ മാണിക്യം ടെമ്പിൾ, ഇരിങ്ങാലക്കുട. അതിനെ കുറിച്ച് നമ്മള് കഴിഞ്ഞ അല്ല. Okay, fine. India has won the top UNESCO Prize Award of Excellence in 2015 for the remarkable conservation effort of the majestic Sri Vadakkunnathan Temple in Kerala. തൃശ്ശൂരിലെ വടക്കുംനാഥൻ ക്ഷേത്രം, അതിന്റെ ഒരു കൺസർവേഷൻ പ്രൊജക്ട്, അതിന് 2015 യുനെസ്കോയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്, പാലക്കാട്. ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ഭാരതപ്പുഴ. പാലക്കാട് ജില്ലക്കാരുണ്ടോ?
ആരോ മുമ്പേ ടൈപ്പ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ പാലക്കാട് ജില്ലക്കാര് ഇതെല്ലാം കൂടി കൊടുക്കാൻ വേണ്ടിട്ട്. പാലക്കാട് വന്നതോടെ അപ്പോഴും പോസ്റ്റ് ചെയ്ത്. ഏറ്റവും വലുത് ഇടുക്കിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു മീൻസ് അല്ല, ഇടുക്കി അല്ല വലുത് കേട്ടോ. ഇടുക്കിയുടെ ഒരു പഞ്ചായത്ത് എറണാകുളത്തിന് കൊടുത്തപ്പോ എന്ത് ചെയ്തു? പാലക്കാടാണ്. ഇപ്പൊ വീണ്ടും ഇടുക്കി ആയോ? കഴിഞ്ഞ വർഷം വീണ്ടും മാറി. ഓക്കെ 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 ഫൈൻ. അപ്പം വീണ്ടും പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അത് തന്നെ, കുട്ടമ്പുഴ. ഓക്കെ ഫൈൻ. The only district in Kerala where black soil is found at Chittoor Taluk. Therefore, cotton is cultivated here. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് തന്നെ കോട്ടൺ കൃഷി ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്താണ് കോട്ടൺ, പരുത്തി. ഇടമലക്കുടി ചേർത്ത് ഇടുക്കി വലുതാക്കി. ഓക്കെ. ഇനി നെല്ലിയാമ്പതി, ഊട്ടി ഓഫ് കേരള. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി പാലക്കാടാണ്. കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന് ലക്കടിയില് കുഞ്ചൻ മോണുമെന്റ് ഉണ്ട്, സ്മാരകം. വിൻഡ് എനർജി പ്രൊജക്ട് ഇസ് അറ്റ് കഞ്ചിക്കോട്. കഞ്ചിക്കോട് വിൻഡ് എനർജി പ്രൊജക്ട് ഉണ്ട്. ബിഗസ്റ്റ് ഡാം ഇൻ കേരള മലമ്പുഴ ഡാം പാലക്കാടാണ്. പാലക്കാട് ഇസ് ദി ഹോട്ടസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. പാലക്കാട് പാസ് ഇസ് ദി ബിഗസ്റ്റ് പാസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഇറ്റ് ഈസ് നോൺ ആസ് എൻട്രൻസ് ഓഫ് കേരള. കേരളത്തിന്റെ കവാടം, എൻട്രൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് പീകോക്ക് സാങ്ച്വറി ഇൻ കേരള ഇസ് അറ്റ് ചൂളന്നൂർ. കേരളത്തിലെ ആദ്യത്തെ പീകോക്ക് സാങ്ച്വറി മയിൽ ചൂളന്നൂരാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ഗ്രാനറി ഓഫ് കേരള എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ കലവറ, നിലവറ, കലവറയല്ലേ? പാലക്കാട് ഫോർട്ട് ഈസ് കലവറ. കുട്ടനാട് ഒരു സ്ഥലമാണ്. സ്ഥലം വെച്ച് നോക്കുമ്പോൾ കുട്ടനാടാണ്. ജില്ല വെച്ച് നോക്കുമ്പോൾ 2ാം സ്ഥാനത്ത് ആലപ്പുഴ വരുള്ളൂ, 1ാം സ്ഥാനത്ത് പാലക്കാട്. മലമ്പുഴ ഡാം ഇസ് ലാർജസ്റ്റ് റിസർവോയർ ഇൻ കേരള. കേരളത്തിലെ റിസർവോയർ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന, വെള്ളം സംഭരിച്ചിരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയാം. അതും മലമ്പുഴ ഡാമിന്റെയാണ്. പാലക്കാട് ഫോർട്ട് ടിപ്പു സുൽത്താന്റെ പിതാവായിരുന്ന ഹൈദരലി അദ്ദേഹം പണി കഴിപ്പിച്ച പാലക്കാട് ഫോർട്ട്. മലമ്പുഴ ഗാർഡൻ ഈസ് നോൺ ആസ് വൃന്ദാവൻ ഓഫ് കേരള. കേരളത്തിന്റെ വൃന്ദാവൻ എന്നാണ് മലമ്പുഴ ഗാർഡൻ അറിയപ്പെടുന്നത്. മനോഹരമായ ഗാർഡൻ ആണ്. ഫസ്റ്റ് റോക്ക് ഗാർഡൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴയാണ്. കൊക്കോകോള ഫാക്ടറി അറ്റ് പ്ലാച്ചിമട ഇസ് ഹിയർ. പ്ലാച്ചിമടയിലെ കോഴി കൂവി കൊക്കോകോള. പാലക്കാട് is the first Indian district where all the families have accounts in bank. കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ള ജില്ലയാണ് പാലക്കാട്. ഫസ്റ്റ് ഇന്ത്യൻ ഡിസ്ട്രിക്ട് ആണ്. വൺ ഓഫ് ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഭവാനി ഫ്ലോസ് ടു ദിസ് ഡിസ്ട്രിക്ട്. പാലക്കാട് ജില്ലയിലാണ് ഭവാനി. വേറെ ജില്ലയിലൊന്നും ഭവാനിമാരില്ല.
Parambiculam, Alia, River Valley Project and Wildlife Sanctuary, etc. are in this district. Parambiculam, Alia. ആദ്യമായി വൈദ്യുതീകരിച്ചത്. ഓക്കെ, അത് പക്ഷെ നമ്മൾ പറയുന്നുണ്ടാവും. ദി പ്രൊപ്പോസ്ഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ടു ബി ബിൽഡ് ഇൻ സൈലന്റ് വാലി ഇൻ പാത്രക്കടവ്. പാത്രക്കടവില് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നടക്കണ്ടെന്ന് വെച്ചാല് ഒന്നും ആയിട്ടില്ല. അതിന്റെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സൈലന്റ് വാലി, സൈരന്ത്രി വനം, പാത്രക്കടവ്. ഓക്കെ, ദി ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. ദിസ് ഇസ് ഫസ്റ്റ് ഇന്ത്യൻ ഡിസ്ട്രിക്ട് വെയർ ഓൾ ദി ഫാമിലീസ് ആർ അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു പോരൈനാട്, അങ്ങനെയാണ് പാലക്കാടിന്റെ പഴയ പേര്. ഓൾഡ് നെയിം ഓഫ് പാലക്കാട് പോരൈനാട്, കരിമ്പനകളുടെ നാട് എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്ത ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലക്കാരന്റെ യോഗ്യ മലപ്പുറം ജില്ലക്കാരാണ് കൂടുതലെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? മലപ്പുറത്തിന്റെ പേരിലുള്ളതൊന്നും മലപ്പുറത്തിൻ്റെതല്ല, മലപ്പുറത്തുള്ളതൊന്നും മലപ്പുറത്തിന്റെ പേരിലും അല്ല. ഓക്കെ, പ്രധാനപ്പെട്ട നദികൾ: ഭാരതപ്പുഴ, കടലുണ്ടിപ്പുഴ. മലപ്പുറം ജില്ലയിൽ നിന്നും ക്ലാസ് എടുക്കുന്ന കൊല്ലം ജില്ലക്കാരനായ ഞാൻ. ഓക്കെ, മോസ്റ്റ് പോപ്പുലർ ഡിസ്ട്രിക്റ്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ജില്ല. ഹൈസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണ്, കൂടുതൽ വളർച്ചാ നിരക്കുള്ളതാണ്. ആളുകളല്ല, എക്കണോമിക് ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികമായ വളർച്ച. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വളർച്ചയുള്ള ഡെവലപ്പിംഗ് സ്ഥലങ്ങളിൽ ഒന്നാണ് മലപ്പുറം. ഡിസ്ട്രിക്ട് വിത്ത് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഉള്ളത് മലപ്പുറത്താണ്. അക്ഷയ പ്രൊജക്ട്, കമ്പ്യൂട്ടർ ലിറ്ററസി പ്രൊജക്ട് വാസ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മലപ്പുറം. മലപ്പുറത്തെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അക്ഷയ പ്രൊജക്ട് ഉണ്ടായത്. ഫസ്റ്റ് ബയോ റിസോഴ്സ് നാഷണൽ പാർക്ക് ഇസ് ഇൻ നിലമ്പൂർ. ബയോ റിസോഴ്സ് നാഷണൽ പാർക്ക്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ ഇസ് ഇൻ തിരൂർ. എന്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അറിയാം. കുടുംബശ്രീ വാസ് ഇനാഗുറേറ്റഡ് അറ്റ് 17 May 1998 at മലപ്പുറം. കുടുംബശ്രീ ഇനാഗുറേറ്റ് ചെയ്തത് മലപ്പുറത്താണ്. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്ന് അറിയാം? ആയിരത്തി 1998 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി. ഓക്കെ, കടലുണ്ടി ബേർഡ് സാങ്ച്വറി മലപ്പുറത്താണ്. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ 1861 കേരളത്തിലായിരുന്നു. സോറി, മലപ്പുറം ജില്ലയിൽ. ഇനി മലപ്പുറം ജില്ലയിൽ മാമാങ്കം, തിരുനാവായ ടെമ്പിൾ, ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം. ISO സർട്ടിഫിക്കറ്റ്, സർവീസിന് ISO സർട്ടിഫിക്കറ്റ് എഴുതിയ ഫസ്റ്റ് മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റി. ഫസ്റ്റ് മുനിസിപ്പാലിറ്റി ഇൻ ഇന്ത്യ ടു ഗെറ്റ് ISO സർട്ടിഫിക്കറ്റ്. ഇനി കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് മലപ്പുറത്താണ്. സീറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറത്താണ്. എന്തല്ലേ? തിരൂര്, ബർത്ത് പ്ലേസ് ഓഫ് എഴുത്തച്ഛൻ. കോട്ടക്കൽ ആയുർവേദശാല, PS വാര്യരുടെ ഒള്ളി ഗവൺമെന്റ് ആയുർവേദ മെന്റൽ ഹോസ്പിറ്റൽ കേരള. കേരളത്തിലെ ഒരേ ഒരു ആയുർവേദ മെന്റൽ ഹോസ്പിറ്റല് മലപ്പുറത്താണ്.
ഫസ്റ്റ് തേക്ക് പ്ലാന്റേഷൻ ഓഫ് ദി വേൾഡ്. ലോകത്തെ തന്നെ ആദ്യത്തെ തേക്കിൻ തോട്ടം നിലമ്പൂരാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയം അത് നിലമ്പൂരാണ്. പൂന്താനം നമ്പൂതിരി ജനിച്ച കീഴാറ്റൂർ പെരിന്തൽമണ്ണ മലപ്പുറം. മലപ്പുറം ഡിസ്ട്രിക്ട് ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ്സ് ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. പൊന്നാനി അറിയപ്പെടുന്നത് കേരളത്തിന്റെ മക്ക എന്നാണ്. ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം വേറെ ഉണ്ട്, ആനക്കയത്ത് മാത്രമല്ല. ഓക്കെ, പൊന്നാനി. ഓക്കെ, ആടോ ആനക്കയത്തുണ്ട്. ഇത് ആനക്കയംകാരനെ കൊണ്ട് വിഷയമാണല്ലോ ഇവിടെ. MSBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറമാണ് കേട്ടോ, സൂക്ഷിച്ചോ. ഓക്കെ, MSB മലബാർ സ്പെഷ്യൽ പോലീസ്, പ്രത്യേക വിങ് ആണ്. ഓക്കെ, അടുത്ത ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലക്കാര് ആരൊക്കെയുണ്ട്? ഓക്കെ, കോഴിക്കോട് സാമൂതിരി ചക്രവർത്തിമാരുടെ കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം, അതാണ് അവരുടെ. വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയത്ത് നിന്നും ബേപ്പൂര് വന്ന് താമസിച്ച് അവസാനം ബേപ്പൂരിന് സുൽത്താനായി മാറിയ നമ്മുടെ സ്വന്തം വൈമൂബ. കാപ്പാട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വിദേശികൾ ഇറങ്ങിയ യൂറോപ്യന്മാരെ വന്ന സ്ഥലമാണ്. 1998 വാസ്കോഡ ഗാമ ലാൻഡഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ വുഡ് ഇൻഡസ്ട്രി, മാവൂർ ഉണ്ടായിരുന്ന ഗ്വാളിയർ റയോൺസ്, അതിപ്പോ ഇല്ല, അതൊക്കെ പോയി. അതിന്റെ അവശേഷിപ്പ് നിങ്ങൾക്ക് കാണാം. അതുവഴി പോകുമ്പോ കണ്ട സങ്കടം തോന്നും. വലിയൊരു സ്ഥാപനമായിരുന്നു. ചാലിയാറിനെ പൊല്യൂട്ട് ചെയ്ത കാരണത്താല് അത് നിർത്തിപ്പോകേണ്ടി വന്നു. എത്ര വലിയ സ്ഥാപനമാണെന്ന് പറഞ്ഞാലും നമ്മുടെ റിസോഴ്സസ് നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കൂല. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഉണ്ട്, കുറ്റ്യാടി, കക്കയം. അതെ അതെ. ദി ഓൾഡസ്റ്റ് സിറ്റി ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരമാണ്, ഏറ്റവും പഴയ നഗരമാണ് കോഴിക്കോട്. ഫസ്റ്റ് ഖാദി വില്ലേജ് ഇൻ കേരള. ആദ്യത്തെ ഖാദി വില്ലേജ് ബാലുശ്ശേരിയാണ്, കോഴിക്കോട്. ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ആണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. വിമൻ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. ദി ഫസ്റ്റ് വൈഫൈ യൂണിവേഴ്സിറ്റി ഇൻ കേരള. കേരളത്തിലെ ഫസ്റ്റ് വൈഫൈ യൂണിവേഴ്സിറ്റി, എല്ലാവർക്കും ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കും, ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. കേരളത്തിലെ ഫസ്റ്റ് സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ്. ഇനി വാർഷിപ്പ് ബിൽഡിംഗ് റിസർച്ച് സെന്റർ നിർദ്ദേശ്, അത് ചാലിയത്താണുള്ളത്. വാർഷിപ്പ് യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ നിർമ്മാണ ഗവേഷണ കേന്ദ്രമാണ്. മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കോഴിക്കോട്. നിങ്ങളിങ്ങനെ വീണ്ടും കോഴിക്കോട് യൂണിവേഴ്സിറ്റി മലപ്പുറത്തല്ലേ, കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് മലപ്പുറംകാരെ വിഷമിപ്പിക്കണ്ട കേട്ടോ. മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെ കോഴിക്കോടാണ്. വയനാട് ചുരം ഫുള്ള് കോഴിക്കോടാണ് കേട്ടോ. വയനാട് ചുരത്തിന്റെ ഒരു തരി മണ്ണ് പോലും വയനാട് ജില്ലക്കില്ല. വയനാടുകാരൊന്ന് നോട്ട് ചെയ്തോ. താമരശ്ശേരി ചുരം ഫുള്ള് അത് താമരശ്ശേരിക്കാർക്കുള്ളതാണ്. ശരി, ബേപ്പൂർ എന്നാണ് സുൽത്താൻ സിറ്റി. സുൽത്താൻ സിറ്റി എന്നാണ് ബേപ്പൂർ അറിയപ്പെടുന്നത്. നല്ലളം ഡീസൽ പവർ പ്രൊജക്ട് കോഴിക്കോടാണ്.
പഴശ്ശിരാജ മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. ഫസ്റ്റ് വാട്ടർ മ്യൂസിയം ഇൻ കേരള. ലാൻഡ് ഓഫ് ഗസൽസ് ഗസലുകളുടെ നാട്. കരകൗശല ഗ്രാമം. ഏതാണ് ആ ഗ്രാമം? ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്. യെസ്, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്. ഹയസ്റ്റ് അയൺ ഓർ ഡെപ്പോസിറ്റ്, ഏറ്റവും കൂടുതൽ ഇരുമ്പ് അതിന് ഡെപ്പോസിറ്റ് ഉള്ളത് കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ കോക്കനട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് കോഴിക്കോടാണ്. ഏറ്റവും കുറഞ്ഞ ഫാമേഴ്സ് ഉള്ളത് കോഴിക്കോടാണ്. ഏറ്റവും കുറഞ്ഞ ഫാമേഴ്സ്. ഇനി കോഴിക്കോട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCNയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വാസ് ഇൻക്ലൂഡ് ഇൻ ദി കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ. ഇന്ത്യയിൽ നിന്ന് 2 സിറ്റികളായിരുന്നു. ഒന്ന് മ്യൂസിക്കിന്റെ കാറ്റഗറി ഗ്വാളിയോർ, ലിറ്ററേച്ചറിന്റെ കാറ്റഗറിയിൽ കോഴിക്കോട്. ഓക്കെ, അക്ഷര നഗരം എന്നല്ല, സാഹിത്യ നഗരം. അക്ഷര നഗരം കോട്ടയം, സാഹിത്യ നഗരം കോഴിക്കോട്. അടുത്തത് വയനാട് ജില്ല. വയനാടുകാരെവിടെ? വയനാടുകാർ കുറവാണ്. ഓക്കെ, ദി ഓൺലി ഡിസ്ട്രിക്ട് ഇൻ കേരള that shares border with 2 Indian states, namely Tamil Nadu and Karnataka, is വയനാട്. കേരളത്തിലെ ഒരേ ഒരു ജില്ല 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കുറഞ്ഞ ജില്ലയാണ് വയനാട്. സുൽത്താൻ ബാറ്ററി എന്ന് ചിലർ കളിയാക്കുന്ന സുൽത്താൻ ബത്തേരി, പഴയ പേര് ഗണപതി വട്ടം. ദി ബാണാസുര സാഗർ ഡാം ഇസ് ദി ബിഗ്ഗസ്റ്റ് എർത്തൻ ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്തൻ ഡാം. എർത്തൻ ഡാം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാം, അതാണ് ബാണാസുര സാഗർ ഡാം. ഫസ്റ്റ് ട്രൈബൽ മെഡിക്കൽ കോളേജ് വയനാട് ഇൻഷാല്ല ഉടനെ വരും എന്ന് 3-4 വർഷം മുമ്പ് ഞാൻ നോട്ട് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞായിരുന്നു. 4 വർഷം കഴിഞ്ഞ് വീണ്ടും അത് തന്നെ പറയേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. മുത്തങ്ങ ഇസ് ഇൻ വയനാട്. മുത്തങ്ങ എവിടെയാണ്? വയനാടാണ്. എടക്കൽ കേവ്സ് ബേർഡ് സാങ്ച്വറി, പക്ഷി പാതാളം, നാച്ചുറൽ ഫ്രഷ് വാട്ടർ ലേക്ക് പൂക്കോട്, തിരുനെല്ലി ടെമ്പിൾ നോൺ ആസ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം, മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കുറുവ ഐലൻഡ്, ഇതൊക്കെ വയനാടാണ്. അവിടെയാണ് റിവർ കബനിയിലാണ് കുറുവ ഐലൻഡ് ഉള്ളത്. ഒരു പൂക്കോഡൻസിസ് എന്ന് പറയുന്ന ഒരു തരം മീനുണ്ട്. ലോകത്ത് തന്നെ പൂക്കോട് തടാകത്തിൽ മാത്രമാണ് ആ മീൻ കാണുന്നത്. അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേത്തിയ പൂക്കോഡൻസിസ്. കുറുവ ദ്വീപ് തമിഴ്നാടാണ്, അല്ല വയനാടാണ്. കുറുവ സംഘം തമിഴ്നാടാണ്. ഓക്കെ, ലക്കിടി ഈസ് നോൺ ആസ് ചിറാപുഞ്ചി ഓഫ് കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന ആണോന്ന് അറിയില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നോക്കണം. നേര്യമംഗലാണ്. ഓക്കെ, എന്നാലും ചിറാപുഞ്ചി ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന ലക്കിടിയാണ്. കേരള ഫസ്റ്റ് ട്രൈബൽ മെഡിക്കൽ കോളേജ് പറഞ്ഞു. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം ഈ സിറ്റുവേറ്റഡ് അറ്റ് അമ്പലവയൽ. ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, നല്ലൊരു സ്ഥലമാണ്. അതുപോലെ ചൂണ്ടലിലെ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദി ഫിഷ് നോൺ ടു ഒക്കർ ഓൺലി ഇൻ പൂക്കോട് ലേക്ക്, പേത്തിയ പൂക്കോഡൻസ്. മൈ ഹോം ടൗൺ. ചൂണ്ടലാണോ?
ചൂണ്ടൽ, കോഫി കുടിച്ചുകൊണ്ട് ചൂണ്ടയിടുന്ന പതിവുണ്ടായിരുന്നു. അമ്പലവേല. ഓക്കെ. ഫസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ സൗത്ത് ഇന്ത്യ, കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം, വയനാട്. വയനാട് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഹൈ ആൾട്ടിറ്റ്യൂഡിന്റെ പ്രത്യേകത നല്ല തണുപ്പായിരിക്കും അവിടെ. ക്രിക്കറ്റ് കളിക്കാൻ നല്ല സുഖമാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങൾ വെച്ചാൽ തണുപ്പ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ടീംസിനൊക്കെ അവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കാം. പക്ഷെ ഇതേവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മുത്തങ്ങ സമരം നടന്നത് മുത്തങ്ങയിലെ ആദിവാസി ഗോത്ര മഹാസഭ ലീഡർ CK ജാനു, പഴശ്ശിരാജയുടെ ടോംബ് മാനന്തവാടിയിൽ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ജില്ലയായ കണ്ണൂർ ജില്ലയിലേക്ക് എത്തി. ഏറ്റവും ഇതാരും ടൈപ്പ് ചെയ്ത് വെച്ചേട്ടാ, അത് പ്ലാൻഡ് പരിപാടി. കണ്ണൂർ ജില്ലക്കാരെല്ലാം ഉണ്ടോ? നിങ്ങൾ പറയും, നിങ്ങളുടെ വീട്ടില് വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടെന്ന് തന്നെയാണ് മറുപടി. ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, പണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ഭരണം പോയാൽ വീണ്ടും പ്രശ്നമാവും. കണ്ണൂർ ജില്ലക്കാരെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ഭരണഗതികളെ പഠിച്ചോന്. ഓക്കെ, അപ്പൊ കണ്ണൂർ ഹാസ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ അമംഗ് ദി 82 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട്. ലാൻഡ് ഓഫ് ലൂംസ് ആൻഡ് ലോഡ്സ് ആൻഡ് ലാൻഡ് ഓഫ് തെയ്യംസ്. തെയ്യത്തിന്റെ നാട്, കൈത്തറി, അതുപോലെയുള്ള തിറ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കേരള began in a cooperative sector is at പരിയാരം, കണ്ണൂർ ഡിസ്ട്രിക്ട്. കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജ് ആണ് പ്രൈവറ്റ് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സെക്ടറിലെ സഹകരണ സെക്ടറിൽ തുടങ്ങിയ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. ഏറ്റവും വടക്കേ അറ്റത്തുണ്ടായിരുന്ന കോലത്തുനാട് രാജവംശം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം, അത് കണ്ണൂർ ജില്ലയിലാണ്. അറക്കൽ രാജവംശത്തെ കുറിച്ച് നോവലുണ്ട്, അറിയോ? അത് വായിച്ചിട്ടുണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആണ്. അനുമാനിച്ചില്ല. സ്മാരകശിലകൾ നമ്മൾ വായിക്കേണ്ട ഒരു നോവലാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ജിംനേഷ്യം വാസ് സെറ്റപ്പ് അറ്റ് തലശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനേഷ്യം തലശ്ശേരിയിലായിരുന്നു. സ്വാഭാവികം. ദി ഫസ്റ്റ് മലയാള ന്യൂസ് പേപ്പർ രാജ്യ സമാചാരം വാസ് പബ്ലിഷ് ഫ്രം ഇല്ലിക്കുന്ന്, ബംഗ്ലാവ്, തലശ്ശേരി. ഫസ്റ്റ് ഖാദി ഫാക്ടറി കണ്ണൂരാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഇസ് നോൺ ആസ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഫോർട്ട് ആഞ്ചലോ അവിടെയാണ്, കണ്ണൂർ ജില്ലയിലാണ്. തലശ്ശേരി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് ഇസ് കോൾഡ് ദി ടൗൺ ഓഫ് 3 സീസ്, 3 സീകളുടെ നഗരം എന്നാണ് തലശ്ശേരി. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. കേക്ക്, സർക്കസ്, ക്രിക്കറ്റ്. ദി ഫസ്റ്റ് ബേക്കറി ഇൻ കേരള വാസ് സ്റ്റാർട്ടഡ് ഇൻ തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി തലശ്ശേരിയിലായിരുന്നു. തലശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്ട് വാസ് എ മെയിൻ സെന്റർ ഓഫ് ബ്രിട്ടീഷ് ഇൻ കേരള. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തലശ്ശേരി. ഇന്ത്യൻ നേവൽ അക്കാദമി NAVAC built on 2,452 acres of land facing Arabian Sea at Erimala in Kannur district was inaugurated by Prime Minister Manmohan Singh in 2009. This is Asia's biggest natural harbor. പ്രകൃതിദത്തമായ ഹാർബറാണ് ഏഷ്യയിലെ. ലോങ്സ്റ്റ് ബീച്ച് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാടിയാണ്. ഡ്രൈവിൻ ബീച്ചാണ്. ഒള്ളി ഡ്രൈവിൻ ബീച്ച് അല്ല, വേറെയും ഡ്രൈവിൻ ബീച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ മുഴപ്പിലങ്ങാടിക്ക് തുല്യം
മുഴപ്പിലങ്ങാടി മാത്രം. കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ ടെമ്പിൾ ഇൻ കണ്ണൂർ ഇസ് കോൾഡ് വാരണാസി ഓഫ് സൗത്ത് ഓർ ദക്ഷിണ വാരണാസി എന്ന് പറയുന്നത് കൊട്ടിയൂർ ടെമ്പിൾ. പഴശ്ശി ഡാം വളപട്ടണം റിവറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് പഴശ്ശി ഡാം. ഓക്കെ, ടൈറ്റില് മാറിപ്പോയതാണ്. കണ്ണൂർ. കാസർഗോഡ് എന്നായിക്കോട്ടെ. ഓക്കെ, ദി നോർത്തേൺ മോസ്റ്റ് പ്ലേസ് ഇൻ കേരള. കേരളത്തിലെ വടക്കേ അറ്റം ഉള്ള സ്ഥലം ഏതാണ്? തലപ്പാടി. അത് കാസർഗോഡ് ജില്ലയിലാണ്. The only district in Kerala where tobacco is cultivated. കേരളത്തില് പുകയില കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം നീലേശ്വരം. പുകയിലൊക്കെ ഇപ്പൊ ആർക്കും വേണ്ട. കാസർഗോഡ് ഇസ് നോൺ ആസ് ലാൻഡ് ഓഫ് ഗോഡ്സ്. ദൈവങ്ങളുടെ നാട് എന്നാണ് കാസർഗോഡിനെ വിളിക്കപ്പെടുന്നത്. Among the districts in Kerala, the largest number of languages are spoken in കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് വിളിക്കപ്പെടുന്നത്. 7 ഭാഷകൾ: മലയാളം, തുളു, ബാരി, കൊങ്കണി, കന്നഡ, ഉറുദു, മറാത്തി. 7 ഭാഷകളോടെ സംസാരിക്കുന്നുണ്ട്. ഇതല്ലാതെ ലിപി ഇല്ലാത്ത കുറെ ഭാഷകൾ. കാസർഗോഡ് ഹാസ് ദി മോസ്റ്റ് നമ്പർ ഓഫ് റിവേഴ്സ് ഇൻ കേരള. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. The first telemedicine system was started in Kasaragod. First telemedicine system. Phone പരിപാടി. The first bio district is Kasaragod. Bio district എന്ന് പറഞ്ഞാല് 100% അല്ല, എന്നാലും ഏറെക്കുറെ. The use of pesticide endosulfan caused much disaster in Kasaragod. എൻഡോസൾഫാൻ ദുരിതം കാസർഗോഡാണ്. അതിനെ കുറിച്ചുള്ള ഒരു നോവൽ ഉണ്ട്. ഏതാ? എൻ മഗജ്. എഴുതിയതാരാ? അംബിക സുധൻ. കാസർഗോഡ് ലീഡ്സ് ദി പോപ്പുലേഷൻ പ്രൊഡക്ഷൻ ഓഫ് അരക്കനഡ് ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരക്കനഡ്, എന്താ പറയാ, മറ്റേ സാധനം അടയ്ക്കാതെ. The most popular art form of Kasaragod district is Yakshagana. Central University of Kerala. കാസർഗോഡാണ്. നെയ്മർ മൂല. ഇത് ബ്രസീൽ ഫാനാണ് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് കാസർഗോഡ് എത്തി. എല്ലാരും അടുത്ത ട്രെയിനിലോ ബസ്സിലോ അവരവരുടെ വീടുകളിലേക്ക് നോമ്പ് തുറക്കാതെ എത്തുന്ന രീതിയിൽ പോവാ. കാസർഗോഡുള്ള അതിൽ നമ്മൾ വിളിക്കണ്ടേ? നിങ്ങളോട് നിക്കീന്ന് പറയണ്ടേ?
തലശ്ശേരി ബിരിയാണി അടിച്ച് പോയിക്കോ. വേണമെങ്കിൽ തലശ്ശേരി പോയിട്ട് ബിരിയാണി തിന്നിട്ട് പോയിക്കോ. അപ്പൊ ഇൻഷാല്ല ഇതേപോലെ നമുക്ക് ഇന്ത്യ ഒന്ന് കറങ്ങണം. കേരളത്തില് മാത്രം നിന്നാ മതിയോ?